PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC ഡിസംബർ 23 നടത്തിയ ജൂനിയർ ഇൻസ്ട്രക്ടർ ആർക്കിടെക്ചറൽ റോഡ്സ്മാൻ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടത്തിയ പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ PSC ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കാറ്റഗറി കോഡ് 651/2023, ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 182/2024. അപ്പോൾ ഇതിലെന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യത്തെ 44 വരെയുള്ള ചോദ്യങ്ങൾക്ക് യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. 45ാമത്തെ ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് സിമെൻറ്റ് മോട്ടാർ ഫോർ ഡൂയിങ് പ്ലാസ്റ്ററിംഗ് വർക്ക് ഈസ് നോർമലി എന്നുള്ള ചോദ്യം ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ 47ാമത്തെ ക്വസ്റ്റ്യൻ, വൈറ്റ് ലെഡ് ഈസ് യൂസ്ഡ് ആസ് എ കോട്ടിംഗ് ഫോർ പ്രിവെൻറ്റിംഗ് മെയിൻലി എന്നുള്ളത് റസ്റ്റിംഗ് ആയിരുന്നു പ്രൊവിഷണൽ ആൻസർ കീയിൽ തന്നിരുന്ന ഉത്തരം. ഇപ്പോൾ അത് ചേഞ്ച് ചെയ്ത് ഷ്രിങ്കിങ് ബി ഓപ്ഷൻ ആക്കിയിട്ടുണ്ട്. ഇനി 48ാമത്തെ അതുപോലെ തന്നെ ബേസ് മെറ്റീരിയൽ ഫോർ ഡിസ്റ്റംബർ ഈസ് എ ചോക്ക് ആക്കിയിട്ടുണ്ട്. ഡി സിമെൻ്റ് ആയിരുന്നു പ്രൊവിഷണൽ ആൻസർ കീയിൽ, അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ 50ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ, specific gravity of plastic generally lies in between 2.1 to 2.5 ആയിരുന്നു പ്രൊവിഷണൽ കീയിൽ, അതിപ്പോൾ 1.3 to 1.4 ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ മൂന്നെണ്ണത്തിൻ്റെ ഓപ്ഷൻസ്, അതായത് 47 ബി ആക്കി മാറ്റി, 48 എ ആക്കി മാറ്റി, 50 എ ആക്കി മാറ്റി. 51ാമത്തെ ക്വസ്റ്റ്യൻ, അതായത് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി ഫോർ ബ്ലാക്ക് കോട്ടൺ സോയിലീസ് എന്നുള്ളത് ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ 54ാമത്തെ ക്വസ്റ്റ്യൻ, മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ബിലോ ദ ഗ്രൗണ്ട് സർഫസ് ലെവൽ ഈസ്, അതും ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ 56ാമത്തെ, മിനിമം നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇൻ വൺ ഫ്ലൈറ്റ് ഓഫ് എ സ്റ്റെയർ കേസ് ഈസ്, ആ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ 59, സ്പാൻ ഓഫ് എ കപ്പിൾ ക്ലോസ് റൂഫ് ഈസ് അപ് ടു, ആ ചോദ്യവും ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ 63ാമത്തെ ചോദ്യം, വിച്ച് ഗ്രീൻ ബിൽഡിംഗ് സർട്ടിഫിക്കേഷൻ സിസ്റ്റം ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ഇന്ത്യ, ആ ചോദ്യം ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഡിലീറ്റഡ് ആക്കിയിട്ടുള്ളത് 87ാമത്തെ ചോദ്യമാണ്. ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് എ ഫ്രീ ടോർഷണൽ വൈബ്രേഷൻസ് ഓഫ് ഷാഫ്റ്റ് വിൽ ബി ഡാഷ്, ആ ക്വസ്റ്റ്യനും ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. അപ്പോൾ ഇത്രയാണ്, അതായത് ഞാനിപ്പോൾ വായിച്ചത് ആൽഫ കോഡ് എ ക്വസ്റ്റ്യൻ പേപ്പർ കാര്യമാണ്. അപ്പോൾ മൊത്തത്തിൽ 7 ക്വസ്റ്റ്യൻസ് ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്, 3 ചോദ്യങ്ങളുടെ ഓപ്ഷൻ ചേഞ്ച് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇനി 97 ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആയിട്ടുള്ളത് കാരണം 93-ലായിരിക്കും ഇതിൻ്റെ മൂല്യനിർണ്ണയം നടക്കുക. ഇനി ബി ആൽഫ കോഡ് എഴുതിയവർക്ക് ഈ ചേഞ്ച് വന്നിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, 42ാമത്തെ ഓപ്ഷൻ ബി ആക്കി ചേഞ്ച് ചെയ്തിട്ടുണ്ട്, 43 എ ആക്കിയിട്ടുണ്ട്, 45ൻ്റെ ഓപ്ഷനും എ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. 46ഉം 49ഉം ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്, 51 ഡിലീറ്റഡ് ആണ്, 54 ഡിലീറ്റഡ് ആണ്, 60 ഡിലീറ്റഡ് ആണ്, 78ഉം 85ഉം ഡിലീറ്റഡ് ആണ്. ഇനി സി ആൽഫ കോഡിൽ പരീക്ഷ എഴുതിയവർക്കാണെങ്കിൽ ഈ ചേഞ്ച് എന്ന് പറയുന്നത് 41ഉം 44ഉം 46ഉം 49ഉം ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ 55 ഡിലീറ്റഡ് ആണ്, 57 ഓപ്ഷൻ ബി ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, 58 എ ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, 60 എ ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, 73ഉം 83ഉം ഡിലീറ്റഡ് ആക്കിയിട്ടുമുണ്ട്. ഇനി ആൽഫ കോഡ് ഡി എഴുതിയവർക്കാണെങ്കിൽ 41, 44, 50 ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. 52ൻ്റെ ഓപ്ഷൻ ബി ആയിട്ട് ചേഞ്ച് ചെയ്തു, 53 എ ആയിട്ട് ചേഞ്ച് ചെയ്തു, 55ഉം എ ആയിട്ട് ചേഞ്ച് ചെയ്തു. 56 ഡിലീറ്റഡ് ആണ്, 59 ഡിലീറ്റഡ് ആണ്, 68 ഡിലീറ്റഡ് ആണ്, 81ഉം ഡിലീറ്റഡ് ആണ്. അപ്പോൾ മൊത്തത്തിൽ 7 ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു, 3 എണ്ണത്തിൻ്റെ ഓപ്ഷൻ ചേഞ്ച് ചെയ്യുകയും ചെയ്തു. അപ്പോൾ 93-ൽ ഇതിൻ്റെ മൂല്യനിർണ്ണയം നടക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ കറക്ഷന് ശേഷമുള്ള, അതായത് ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള സ്കോർ നിങ്ങളുടെ ചേഞ്ച് നോക്കുക. ഓക്കെ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.